സോ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പോൾ പുതിയൊരു വർഷമായിട്ട് ഫോർമുല 1 കുറിച്ച് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാം. സോ ഫോർമുല 1 കാറുകളുടെ എൻജിൻസിന് ജസ്റ്റ് IC എൻജിൻസ് അല്ലെങ്കിൽ ജസ്റ്റ് എൻജിൻസ് എന്നല്ല അറിയപ്പെടുന്നത്. ഇതിനെ പവർ ട്രെയിൻ അല്ലെങ്കിൽ പവർ യൂണിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇത് കുറേ കമ്പോണൻസിന്, കുറേ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കമ്പോണൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർമുല 1 കാർ വർക്ക് ചെയ്യുന്നത് ഒരു എൻജിൻ്റെ മാത്രം പവറിലല്ല. സോ ഒരു ഫോർമുല 1 കാറിൻ്റെ പവർ യൂണിറ്റ് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് എഞ്ചിനാണ്, IC എഞ്ചിൻ, അതായത് 1.6 ലിറ്റർ V6 എഞ്ചിൻ. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഒരു കാറിന്റെ ഹൃദയമാണ് ഈ എഞ്ചിൻ എന്ന് പറയുന്നത്. അടുത്താണ് ടെർബോ ചാർജർ. സോ ഒരു ടെർബോ ചാർജർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. എഞ്ചിന്റെ ഇൻലെറ്റിലേക്ക് പോകുന്ന എയറിന്റെ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. അടുത്ത കമ്പോണന്റ് ആണ് MGU, മോട്ടോർ ജനറേറ്റർ യൂണിറ്റ്. ഈ കമ്പോണന്റിന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ F1 കാർസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആക്കി വെച്ചിട്ട് പിന്നീട് ഡ്രൈവേഴ്സ് ആക്സലറേറ്റ് ചെയ്യുമ്പോഴത്തേന് ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ പവറും കൂടെ അപ്ലൈ ആവും. അതായത് കാറിന് നോർമലി ഉള്ള പവറിൽ നിന്നൊരു 120 കിലോവാട്ട് എക്സ്ട്രാ പവറും കൂടെ കിട്ടും. ഈ പറഞ്ഞ ഈ MGUവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൈനറ്റിക് എനർജി ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അടുത്താണ് MGU-H, അതായത് മോട്ടോർ ജനറേറ്റഡ് യൂണിറ്റ് ഹീറ്റ്. MGU-H ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിന്റെ ടെർബോ ചാർജേഴ്സിൽ ഉണ്ടാകുന്ന ലാഗ് ഒഴിവാക്കാൻ വേണ്ടി ടെർബോ ചാർജേഴ്സിന്റെ ഷാഫ്റ്റിൽ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. ഈ മോട്ടർ ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തിട്ട് ഡ്രൈവർ ആക്സലറേറ്റർ കൊടുക്കുമ്പോൾ ആ ഇൻസ്റ്റന്റ്ലി ആ ടെർബോയുടെ പ്രൊപ്പല്ലർ കറക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ടെർബോ ലാഗ് ഒഴിവാക്കാൻ പറ്റും. എന്നിട്ട് ഈ ടെർബോ ഒരു സഫീഷ്യൻറ്റ് സ്പീഡിലേക്ക് കറങ്ങി തുടങ്ങുമ്പോഴത്തേന് ഈ എക്സസ് ആയിട്ട് വരുന്ന റൊട്ടേഷണൽ എനർജി അത് ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ബാറ്ററി വീണ്ടും റീചാർജ് ചെയ്യുകയും ചെയ്യും. അടുത്താണ് എനർജി സ്റ്റോർ, ES. ഇത് സിമ്പിളാണ്, നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നൊരു കാര്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലിഥിയം അയോൺ ബാറ്ററി പാക്കാണ്. ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MGU-Kയിലെയും MGU-Hയിലും ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കും. അടുത്തതാണ് CE, കൺട്രോൾ ഇലക്ട്രോണിക്സ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പിൽ പറഞ്ഞ ഇത്രയും കമ്പോണൻസിനെ നിയന്ത്രിക്കുന്നത് ഈ ഒരു എക്യുപ്മെൻ്റ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറിൻ്റെ ബ്രെയിനാണ് CE. പിന്നെ പറയാനുള്ളത് 2026 F1 സീസണിലേക്ക് മെയിനായിട്ട് ഈ പവർ യൂണിറ്റിൻ്റെ കേസിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ്. അടുത്ത വർഷം MGU-H കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ MGU-Kയിൽ നിന്നുള്ള പവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്.